വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ തുടരുമ്പോഴും ഗസയിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ 8 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. US പ്രത്യേക ദൂതൻ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ എത്തിച്ചേർന്നപ്പോൾ ഇസ്രായേലുമായി പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയും വിവിധ ദുരിതാശ്വാസ സംഘടനകളും ഗസയിലേക്കുള്ള സഹായങ്ങൾ തടയുന്നത് നിർത്തിവെക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇസ്രായേൽ ഗസയിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 8 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഗസയിലെ നിരാലംബരായ ജനങ്ങൾക്ക് ഭക്ഷണമൊരുക്കിയിരുന്ന പൊതുകിച്ചണുകൾ പലതും നിർത്തിവെച്ചു. അവശേഷിക്കുന്നവ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. ധാന്യപ്പൊടികൾ, അരി, കുക്കിംഗ് ഓയിൽ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങളുടെ ലഭ്യത ഗസയിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ തന്നെ 10 ദിവസത്തിന്റെ അധികമായി ഗസയിൽ ഇസ്രായേലിന്റെ ഉപരോധം തുടങ്ങിയിട്ട് ജനങ്ങൾക്ക് സഹിക്കാനാവാത്ത വിശപ്പിന്റെ വിളിയെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ നില തുടർന്നാൽ ഗസൻ ജനതയിൽ നല്ലൊരു വിഭാഗവും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ ഇസ്രായേൽ റെയ്ഡിൽ 4 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. കൂടാതെ നോർത്തിൽ ഒരു വീട് സ്ഫോടനം നടത്തി ഇസ്രായേൽ തകർത്തുകളയുകയും ചെയ്തു. വീടിന്റെ ഗൃഹനാഥൻ കഴിഞ്ഞ വർഷത്തിൽ ഒരു കുടിയേറ്റക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ പങ്കാളിയായിരുന്നു എന്നതാണ് ഇതിന് കാരണമായി ഇസ്രായേൽ ആരോപിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ യുദ്ധത്തിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കൊളംബിയൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും ഫലസ്തീൻ ആക്ടിവിസ്റ്റുമായ മുഹമ്മദ് ഖലീലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന റാലി 2ാം ദിവസവും ശക്തമായി തുടരുകയാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ താമസിക്കുന്നതിനുള്ള അമേരിക്കയുടെ ഗ്രീൻ കാർഡ് കൈവശമുള്ള വ്യക്തിയാണ് അദ്ദേഹം. മുഹമ്മദ് ഖലീലിനെ നാടുകടത്താൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചെങ്കിലും ഫെഡറൽ ജഡ്ജി തൽക്കാലത്തേക്ക് ഡിപ്പോർട്ടേഷൻ റദ്ദു ചെയ്യുകയായിരുന്നു. അഭിപ്രായ പ്രകടനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അങ്ങേയറ്റം മൂല്യം കൽപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കൻ മൂല്യങ്ങളെ തകിടം മറിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പക്ഷക്കാരനായ ട്രംപ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും. കൊളംബിയ സർവകലാശാലയിലെ പ്രതിഷേധക്കാരെ ട്രംപ് വിശേഷിപ്പിച്ചത് ഭീകര സംഘടനയുടെ അനുഭാവികൾ എന്നാണ്. ട്രംപിന്റെ ഈ നയങ്ങൾ തന്നെയാണ് മുഹമ്മദ് ഖലീലിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതും. 100 കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ സിറിയയിലെ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിറിയൻ ഗവൺമെന്റ് പുതിയ കമ്മിറ്റിയെ രൂപീകരിച്ചു. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സിറിയയിലെ ന്യൂനപക്ഷ മതവിഭാഗമായ അലവിറ്റ് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. സ്ഥാനഭ്രഷ്ടനായ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദും ഇതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടയാളായിരുന്നു. 30 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തി സംശയമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. ആക്രമണത്തിൽ 111 സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം സിറിയൻ ടൗണുകളിലെ കുർദിഷ് വിഭാഗം ഡമാസ്കസും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തമ്മിലുള്ള സംയോജനത്തെ സ്വാഗതം ചെയ്തു. മുമ്പ് നല്ലൊരു വിഭാഗം കുർദുകൾക്കും സിറിയയിൽ പൗരത്വം അനുവദിച്ചിരുന്നില്ല. ഇതോടെ ആ വിഷയത്തിനും ഒരു പരിഹാരമായി. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശത്തെ യുക്രൈൻ അംഗീകരിച്ചു. അമേരിക്ക, യുക്രൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി സൗദിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. എന്നാൽ മോസ്കോ ഇതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. 3 വർഷത്തെ നീണ്ട യുദ്ധത്തിനൊടുവിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഉക്രൈൻ വെടിനിർത്തൽ കരാർ ഉക്രൈൻ അംഗീകരിക്കുകയായിരുന്നു. റഷ്യയുമായി 30 ദിവസം നീണ്ടു നിൽക്കുന്ന കരാറാണ് അമേരിക്ക നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം കര, കടൽ, ആകാശം എന്നിവിടങ്ങളിലുള്ള എല്ലാ ആക്രമണങ്ങളും നിർത്തിവെക്കണം. എന്നാൽ ഇതുവരെയും ക്രെംലിനിൽ നിന്നും യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. എന്നാൽ ഉയർന്ന റഷ്യൻ രാഷ്ട്രീയ വൃത്തം പറഞ്ഞത് സാധ്യമായ ഏത് കരാറും റഷ്യ ചർച്ച ചെയ്യും. എന്നാൽ അത് അമേരിക്കയുടെ വ്യവസ്ഥ പ്രകാരമായിരിക്കില്ല, മറിച്ച് റഷ്യയുടെ വ്യവസ്ഥ പ്രകാരം മാത്രമായിരിക്കും എന്നാണ്. സൗദിയിൽ മണിക്കൂറുകളോളം നീണ്ട ചർച്ചക്കൊടുവിലാണ് അമേരിക്കയും കീവും തമ്മിലുള്ള കരാർ നിലവിൽ വന്നത്.
ഈ കരാറിനെ കുറിച്ച് ഇനി പ്രതികരിക്കേണ്ടത് റഷ്യയാണെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറഞ്ഞു.